ഹലോ ഗൈസ്, സുഖല്ലേ? ഇന്ന് റൂമിലെ കാർന്നോൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. വലിയ മീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയെല്ലാം കണ്ടിട്ട് അറിയാം. മൂപ്പര വൈഫ് നല്ല ചെമ്മീനെല്ലാം ഉണക്കിയിട്ട് സെറ്റാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അതും നല്ല മുരിങ്ങക്കോലിട്ടിട്ട് കറി വെച്ചാലോ. ഇങ്ങനത്തെ കറിയെല്ലാം വെക്കണമെങ്കിൽ ആശാനം നോക്കണം, എന്നാലും അതിന്റെ ഒരു മജ കിട്ടുന്നില്ല. നമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അത്ര എത്തുന്നില്ല. മീനെല്ലാം നല്ല പാല് പൊരിയുന്നുണ്ട്, പുറത്താണെങ്കിൽ നല്ല ചൂടിട്ട. അങ്ങനെ കറിയെല്ലാം ആയിട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വെയ്ക്കാൻ തുടങ്ങി. കുറച്ച് ചോറും അച്ചാറും ആ മീൻ പൊരിച്ചാലും കൂട്ടിയിട്ട് തിന്നുമ്പോണ്ടല്ലോ ആ മജ. വൈകുന്നേരം ആകുമ്പോൾ രണ്ടാൾ വിളിക്കുന്നു, ഒരിടക്ക് പോവേണ്ടിന്ന്. അപ്പൊ നല്ല പള്ളിക്കെട്ടും പത്തലിന്റെ കെട്ടെല്ലാം തിന്നാൻ വേണ്ടി ചെയ്യാൻ മോനെ. ആ ചോറോട് കൂടിയില്ല ഇറച്ചിക്കറിയും അതെല്ലാം കുഴച്ചിട്ട് തിന്നുമ്പോണ്ടല്ലോ ഓ മജനെ. നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഇടക്കിടക്കേ കിട്ടും. ഈടെയുണ്ടാ നേർച്ചയും കാര്യമല്ല. നേർച്ചക്കെല്ലാം പോയിനെങ്കിലല്ലേ നല്ല ഇറച്ചിക്കറിയും നെയ്ച്ചോറെല്ലാം കിട്ടല്. ഇവിടെ നേർച്ചയില്ലെങ്കിൽ നല്ല ഇറച്ചിക്കറിയും കാര്യമെല്ലാം ഈ പിടിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അടുത്ത് തിന്നിട്ട് നമ്മൾ പിറ്റേന്നണിച്ചിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് ആ പണിയുണ്ടല്ലേ. അപ്പൊ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണുന്നു. ഇവരെ പറ്റി കുറ്റം പറയുന്നില്ല. രാവിലെ ചെറുങ്ങനെ പൈക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വടാപ്പാവ് വാങ്ങി വായിൽ ഒതുങ്ങുന്നില്ലടോ, അത്രയും വലുത്. ഇവനാണെങ്കിൽ നമ്മൾ അക്കുസുട്ട് ഫ്രം നേപ്പാൾ. ഇവൻ രാവിലെ തന്നെ ചോറ് കഴിക്കുന്നുണ്ട്. ചോറേ നമുക്ക് രാവിലെ പോകുന്നു. ആ ബേക്കട്ടെ. ഒരുത്തനാണെങ്കിൽ ബോഡിയിൽ സ്ട്രൈറ്റ് ആക്കിയിട്ട് നടക്കാറിന്റെ ഒരു പ്രോഡക്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ആവട്ടെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ഒരാൾ ചായ കുടിക്കുന്നത്. അങ്ങനെ ആടുന്ന ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ട് നല്ല ഉപ്പിലിട്ട മാങ്ങയിലുണ്ടായിന്. അത് തിന്നിട്ട് നോക്കുമ്പോൾ കപ്പയെല്ലാം പൊങ്ങി വെച്ചിട്ടുണ്ട്. സതീഷ് ഏട്ടൻ ഒരു സംഭവമാണ്. അപ്പൊ ഇന്ന് എന്തായാലും കപ്പ ബിരിയാണി. അപ്പൊ കപ്പ ബിരിയാണി വെച്ചിട്ട് നമ്മൾ കിടന്ന്. അപ്പൊ ഓക്കെ ബൈ.